SDP എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ BJP വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അവരും ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജനപ്രാതിനിധ്യ നിയമം ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? SDPI നേതാവാണ് ശ്രീ മുർഷിദ് ഷമീം. ഇപ്പോൾ UDF ആകട്ടെ LDF ആകട്ടെ രണ്ടുപേരും SDPIയെ ഒരു വർഗീയ സംഘടന എന്ന രീതിയിലാണ് കാണുന്നത്. തീവ്രവാദ ആശയങ്ങൾ ഉള്ളവരെന്നും അവർ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഞങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് ശ്രീ മുർഷിദ് ഷമീം? SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പാർട്ടിയുടെയോ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കണമെന്ന് അതിന് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളും അതിന്റെ ശക്തിക്കൊക്കെ അനുസരിച്ചിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് UDFനാണ് എന്ന രീതിയിലൊരു തീരുമാനം എടുത്തതല്ലായിരുന്നോ? അതെ, അതിലെനിക്ക് അഭിമാനമുണ്ട്. ഇന്നാണ് VD സതീശൻ SDP-യുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്. ഈ 4 ദിവസം അദ്ദേഹം കൃത്യമായിട്ട് RSSുമായിട്ടും BJPയുമായിട്ടും ചർച്ച നടത്തിയായിരുന്നു, ഡീല് ഉറപ്പിക്കുകയായിരുന്നു. അത് ഉറപ്പിച്ചതിന് ശേഷമാണ് VD സതീശൻ ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്തുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. VD സതീശൻ RSSുമായിട്ടും BJPയുമായിട്ടും ഡീൽ ഉറപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മാത്രം ഒരു നറേറ്റീവാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്ത് തെളിവാണ് ഇതിനുള്ളത്? വേദികളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്നത് ഫോട്ടോ ഇവിടെ ഓൺലൈൻ ലഭ്യമാണല്ലോ. അല്ല, പിന്നെ SDP-യുടെ പിന്തുണയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുൻ നിലപാടും അത് തന്നെയാണ്. ഒത്തില്ലല്ലേ? അത് സാരമില്ല, അത് കിട്ടും. SDP ഒരു വർഗീയ സംഘടനയാണ്. അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഇവിടെ കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് VD സതീശൻ. മുൻപ് നിങ്ങൾ പിന്തുണ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തപ്പോഴും സതീശൻ നോ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ LDF പക്ഷേ പറയുന്നില്ല. നിങ്ങളുടെ പിന്തുണ ഇത്തവണ LDFനാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ആ ഡീൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴാണ് നിങ്ങൾ തിരിച്ച് സതീശൻ എന്തോ RSS ഡീൽ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി. SDP-യെ സംബന്ധിച്ചിടത്തോളം SDPI അധികാരത്തിൽ പങ്കാളിത്തമാണ്. ഞങ്ങൾ മത്സരിച്ച് ജയിക്കണം എന്നുള്ള പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. അവസാനം നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. ഞങ്ങൾ പിൻവലിച്ചത് ഞങ്ങളെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ, നിങ്ങൾ പിൻവലിക്കണം. അപ്പോൾ അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് ഇല്ലേ? അവിടെ പോസിറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് പൊളിറ്റിക്സിന് വഴിമാറി. അവിടെ അപ്പോൾ പോസിറ്റീവ് പൊളിറ്റിക്സ് നെഗറ്റീവ് പൊളിറ്റിക്സിന് വഴിമാറി. കൃത്യമായിട്ട് പോസിറ്റീവ് പൊളിറ്റിക്സ് ഒരിക്കലും വഴിമാറിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് SDP ഉയർത്തിപ്പൊളിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും മാറേണ്ടി വരും. BJPയെ മത്സരിച്ച് തോൽപ്പിക്കുക എന്നുള്ളതിലേക്ക്, അതാണ് SDP-യുടെ ആശയം. നോക്കൂ, ശ്രീ VD സതീശൻ RSSനോട് ഡീൽ ഉണ്ടാക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ കേവലമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ലാത്ത, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ലാത്ത വെറുമൊരു ഊഹാപോഹം മാത്രമാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കി എന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ SDP-യുടെ അതേപോലെയുള്ള ഒരു പത്രക്കുറിപ്പോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് അദ്ദേഹത്തിനോടുള്ള ലളിതമായിട്ടുള്ള ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ പോസിറ്റീവ് പൊളിറ്റിക്സ്, നെഗറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള അഡ്ജക്റ്റീവ്സിനെ ഒക്കെ തന്നെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നതിന് സാധാരണ ഒരു വോട്ടർക്ക് മനസ്സിലാകുന്ന രീതിയിലത്തേക്ക് ഏറ്റവും ലളിതമായിട്ട് പറയാൻ കഴിയുമോ? എന്റെ വളരെ നിസ്സാരമായ ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 തവണയും അവിടെ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് നിസ്സാര വോട്ടുകൾക്കാണ് BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നോമിനേഷൻ പേപ്പർ പിൻവലിക്കുന്ന തീയതിയിലല്ലല്ലോ SDP മനസ്സിലാക്കിയത്. ഇത് കൊടുക്കുമ്പോഴും അറിയാമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് BJP വരാതിരിക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നേരത്തെ അറിവുണ്ടാകുമായിരുന്നു. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പോസിറ്റിവിറ്റി എന്താണ് എന്ന് തീരുമാനിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്. ഇങ്ങനെയുള്ള സാഹചര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, ശ്രീ K. സുരേന്ദ്രൻ തന്നെയാണ് ഇത്തവണ ഇവിടെ മത്സരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളവിടെ നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം അത് പിൻവലിക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്? ആ സമയം മാത്രമാണോ നിങ്ങൾ അറിയുന്നത്? സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് എങ്കിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ വക്താക്കളാണ് എന്നാണ് മനസ്സിലാവുക. അതല്ല എങ്കിൽ താങ്കൾ ഈ നെഗറ്റീവും പോസിറ്റീവും പോലുള്ള വാക്കുകളെ മാറ്റിവെച്ചതിന് ശേഷം എന്തുകൊണ്ട് SDP-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു? അവിടെ SDP ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പറയുന്നില്ല.
അപ്പോൾ അത് വളരെ വ്യക്തമാണ്, ആൾക്കാർക്ക് വളരെ വ്യക്തമാണ്. സതീശൻ നിങ്ങളെ തള്ളി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനി അതല്ല എങ്കിൽ നിങ്ങൾ പറയുന്ന ആർക്കാണ് ശരി, ഞങ്ങൾ എന്നാൽ LDFന് കൊടുക്കാവുന്ന മൂന്നാമത് സാധാരണ വരുന്ന ഒരു കക്ഷിക്ക് SDP യുടെ വോട്ട് കൊടുത്തത് കൊണ്ട് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നാണോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ BJP അധികാരത്തിലേക്ക് വരരുത്, അവരൊരു സീറ്റ് ജയിക്കരുത് എന്നാണെങ്കിൽ നിങ്ങളെ അവിടെയുള്ള വയബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ, ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ അഷ്റഫിന് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ലേ? അപ്പോൾ അതാണോ പോസിറ്റീവ് പൊളിറ്റിക്സ് അതോ അതാണോ നെഗറ്റീവ് പൊളിറ്റിക്സ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അല്ല, അത് പറയുന്ന സമയത്ത് തന്നെ താങ്കൾ പറയുന്ന ഒരു കാര്യം നോക്കൂ, VD സതീശൻ RSSുമായിട്ട് സെറ്റിൽമെന്റിന് പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള സെറ്റിൽമെന്റ് ഉള്ള പാർട്ടിയല്ലേ മുസ്ലിം ലീഗും VD സതീശനും അദ്ദേഹത്തിന്റെ കോൺഗ്രസും. അപ്പോൾ RSSനോട് ഡീലിന് പോകുന്ന VD സതീശന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന മുസ്ലിം ലീഗിന് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ലേ ഇവിടെ വരിക? അതിനെ പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമോ, നെഗറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമോ, ന്യൂട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുമോ, എന്ത് പറയും? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ വെക്കുന്ന സമയത്തും സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന സമയത്തും ഓരോ മണ്ഡലങ്ങളിൽ നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ പിന്തുണ സ്വീകരിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെക്കുറിച്ച് പറയുന്നത് എവിടെയാ? നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് വർഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ന്യൂനപക്ഷ വർഗീയത എന്നുള്ള വാക്ക് ഉപയോഗിക്കും, തീവ്രവാദം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അങ്ങനെയാണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് CPMന്റെ ഏറ്റവും മുകളിലുള്ള അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ് പറയുന്നത്. അടിസ്ഥാനത്തിലാണ് SDP ഒരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് പറയുന്നത്. ഞങ്ങൾ ഏത് ആശയത്തിലാണ് വർഗീയത ഉള്ളത്? ഞങ്ങള് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ BJPയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ LDFനെ തോൽപ്പിക്കാൻ UDFന് വോട്ട് ചെയ്യുക, UDFനെ തോൽപ്പിക്കാൻ LDFന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യുക എന്നതിനപ്പുറം കൃത്യമായിട്ട് SDPI ജയിച്ചു വരണം എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് പോസിറ്റീവ് പൊളിറ്റിക്സ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് SDP വർഗീയ സംഘടനയാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അതുകൊണ്ട് SDP പറയരുത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് SDP എന്ന് ഒരിക്കലും പറയരുത്. അത് കൃത്യമായ ലക്ഷ്യത്തോടെ അങ്ങനെ പറയാൻ പാടില്ല. അല്ല, വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. PFIയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നതിന് അത് കാരണമായിട്ടാണ് എന്നും അവരെ പുറത്തുവിടണം എന്നും പറഞ്ഞിരിക്കുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്? PFIയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് അകാരണമായിട്ടാണ് എന്നും അത് ജനാധിപത്യ ധ്വംസനമാണ് എന്നും അതുകൊണ്ട് അവരെ പുറത്തുവിടണമെന്നും പറഞ്ഞിരിക്കുന്ന ഇന്ത്യയിലെ എത്ര ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുണ്ട്? SDP അല്ലാതെ മറ്റു കുറെ എണ്ണത്തിന്റെ പേര് പറയാമോ? നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിച്ചതിന് ആരൊക്കെ പ്രതികരിച്ചു എന്ന് പോയി കണക്കെടുക്കലല്ലോ SDP. അല്ല, നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, വേറെ ആർക്കും അത് വേണ്ട. പാർട്ടി ഓഫ് ഇന്ത്യ SDP എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ BJP വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അവരും ഇന്ത്യയുടെ ജനാധിപത്യ ഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജനപ്രാതിനിധ്യ നിയമമൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? നിങ്ങൾ പക്ഷെ പറയുന്നത് BJP വർഗീയ പാർട്ടിയാണെന്നല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് തന്നെ പറഞ്ഞുകൂടെ? ഒരു ഉന്മൂലനത്തിൽ വിശ്വസിക്കുന്ന RSSന്റെ ശരി, പൊളിറ്റിക്സ് SDP എടുക്കുമ്പോൾ അവരെ വർഗീയ സംഘടനകളായി തന്നെയാണ് ഇപ്പോഴും LDFും UDFും കാണുന്നത്. പക്ഷെ അവിടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല LDF എന്നതേ അല്ലേ ഉള്ളൂ, അതല്ലേ ഉള്ളൂ. അതിന് അപ്പുറം SDP പ്രാധാന്യത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇവിടെ ഇല്ലല്ലോ. ശിശുപാലൻ ചേട്ടാ, എനിക്കൊരു സോഡ വാങ്ങിച്ചോണ്ടോ? ഉപ്പിടണം കുറച്ച്. നിങ്ങൾ ഈ പറയുന്ന, എന്റെ വാദമല്ല നിങ്ങളുടെ തന്നെ വാദമായിട്ടുള്ള RSSുമായി ഡീൽ ഉണ്ടാക്കാൻ പോകുന്ന സതീശന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ചില സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുക, അതല്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ തീവ്രവാദികളോ വർഗീയവാദികളോ പ്രവർത്തന ശൈലി മാറ്റേണ്ടവരോ ആണെന്ന് പറയുന്ന CPMന് വോട്ട് ചെയ്യുക. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ചോയ്സ് ഒരു ഡീലും ഉണ്ടാക്കുന്നില്ല. കൃത്യമായിട്ട് ഞങ്ങൾ നിലപാടുമായിട്ട് പാർട്ടിയുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളൊരു ഡീലിനുമില്ല. ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പരമാവധി വോട്ട് നേടുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. മറ്റു മണ്ഡലങ്ങളിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കി ഞങ്ങൾ തീരുമാനമെടുക്കും. ഞങ്ങൾ വിലയിരുത്തും ഓരോ പാർട്ടിയുടെയും നയനിലപാടുകൾ. അതിനനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ പങ്കാളികളാവും. തള്ളി പറയുമോ? MA ബേബിയുടെ പ്രസ്താവനയെ തള്ളി പറയുമോ?
ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്താവനക്ക് തള്ളി പറയാൻ വേണ്ടിയിട്ടല്ലല്ലോ അതാണ്, അത് തന്നെയാണ് കാര്യം. ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും ചോദിക്കണം, നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു, ഒരു ഇലക്ഷന്റെ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് ചർച്ചയാണ് നടന്നത്? MA ബേബിക്ക് നിങ്ങൾ മറുപടി പറയോ? VD സതീശന് മറുപടി പറയോ? അല്ല, പലവിധ ചർച്ചകൾ വരും. ശ്രീ VD സതീശന്റെ കാര്യം താങ്കൾ തന്നെയല്ലേ പറഞ്ഞേ? നമുക്ക് ആർക്കും അറിയാത്തൊരു കാര്യം താങ്കളല്ലേ പറഞ്ഞേ? VD സതീശന്റെ ഒരു പ്രതികരണത്തിന് ഒരു നിങ്ങൾ ചോദിച്ച സമയത്ത് ഒരു മറുപടി പറയുന്നു. ഉരുളൊന്നും വേണ്ട. അതാണ് ഞാൻ. അതേപോലെ MA ബേബിയുടെ കാര്യത്തിൽ താങ്കൾ ഒരു മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ആക്ഷേപം. MA ബേബി ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അതിന് ഞങ്ങളെ ദേശീയ നേതൃത്വം മറുപടി പറഞ്ഞോളും. ഞാനിവിടെ അപ്പൊ താങ്കൾ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവ് ആയതുകൊണ്ടാണോ സതീശന് മറുപടി പറയുന്നത്? നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീവ്രവാദ പാർട്ടി എന്ന് SDPI ആക്ഷേപിക്കുന്നത്? അല്ല, നമ്മളല്ലല്ലോ. ഞാൻ പറയുന്നത് CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നത് താങ്കൾ ഈ ചർച്ചയിൽ ആരെ പ്രതിനിധീകരിക്കുന്നുവോ ആ സംഘടന തീവ്രവാദ സംഘടനയാണെന്ന് പറയുന്നതിനെ തള്ളി പറയാനായിട്ട് താങ്കൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നാണ് ചോദ്യം. സമയം അദ്ദേഹം വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങളൊരു ചോദ്യത്തിന് മറുപടിയായി ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മറുപടി പറയുന്നു. തന്നെ ഞാനൊന്ന് തൊഴുതു.